സോ നമ്മളിവിടെ ഒരു പുതിയ ചാപ്റ്റർ പരിചയപ്പെടാൻ പോവുകയാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഇതാണ്, ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം. അപ്പോൾ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം എന്താണെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ച് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം. The Indian Constitution has been adopted federal features. അപ്പോൾ ഇന്ത്യ became a federal state എന്ന് നമ്മൾ അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് ഈ ഫെഡറലിസം, അല്ലെങ്കിൽ ഫെഡറലിസത്തിൻ്റെ മീനിങ് എന്താണെന്ന് നമ്മൾ അറിയാതെ ഈ ഇന്ത്യ became a federal state എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവാൻ കഴിയുകയില്ല. സോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് അഡോപ്റ്റ് ഫെഡറൽ ഫീച്ചേഴ്സ്. ഫെഡറലിസത്തിൻ്റെ ഫീച്ചേഴ്സിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ത്രൂ ഇറ്റ് ഡസ് നോട്ട് ഫാക്ട് to claim that established federation. Question: whether the Indian Constitution be called federal constitution. Indian Constitution ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. Troubled the mind of members of the Constitution Assembly. This question cannot be answered without going into meaning the federalism. അപ്പോൾ ഫെഡറലിസത്തിൻ്റെ മീനിങ് എന്താണ് എന്നറിയാതെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ട് ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആയി എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ലെറ്റ് us examine them and try to find out whether India is federation or no. ഇന്ത്യ ഒരു ഫെഡറേഷൻ ആണോ അല്ലയോ എന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കെയിം എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഡിവിഷൻ ഓഫ് പവേഴ്സ് ആൻഡ് സുപ്രമസി ഓഫ് ദി ജുഡീഷ്യറി. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിഖിത ഭരണഘടനയാണ്, ഒരു ദൃഢ ഭരണഘടനയാണ്. ഡിവിഷൻ ഓഫ് പവേഴ്സ്, അതായത് അധികാര വിഭജനം നിലനിൽക്കുന്നതാണ്. സുപ്രമസി ഓഫ് ദി ജുഡീഷ്യറി, അതായത് ജുഡീഷ്യറിയുടെ നിയമത്തിൻ്റെ. സോ നെക്സ്റ്റ് വരുന്നത് സുപ്രമസി ഓഫ് ദ ജുഡീഷ്യറിയുടെ പരമാധികാരം, നിയമത്തിൻ്റെ പരമാധികാരം. ഇത്രയുമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചില മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയുള്ളതാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്, ഒരു ലിഖിത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദ ഫെഡറേഷൻ ഈസ് ദ കോപ്പ്. അപ്പോൾ ഇന്ത്യ ബിക്കം എ ഫെഡറേഷൻ സ്റ്റേറ്റ് ഓർ നോട്ട് എന്നാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യ ഒരു ഫെഡറേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മളതിനെ തെളിയിക്കുക. എങ്ങനെയാണ് തെളിയിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലിഖിത ഭരണഘടനയാണ്. അതായത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദ ഫെഡറേഷൻ ഈസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി റിട്ടൺ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ലിഖിത ഭരണഘടനയാണ്. സോ ദാറ്റ് ബോത്ത് ദ യൂണിയൻ ഗവൺമെൻറ് ആസ് വെൽ ആസ് ദ സ്റ്റേറ്റ് ക്യാൻ റിഫേഴ്സ് ടു ദാറ്റ് ആസ് ആൻഡ് വെൻ we needed. The Constitution of India is written document and is the most elaborate constitution of the world. ലോകത്തിലെ എല്ലാ ഭരണഘടനയും നമ്മൾ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ അത്തരം ഭരണഘടനയിൽ വെച്ച് വളരെ വിപുലമായ ലിഖിത ഭരണഘടനയുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ് സുപ്രമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പരമാധികാരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഈ ഭരണഘടനയിലൂടെ. ഇറ്റ് എസ്റ്റാബ്ലിഷ് സുപ്രമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കോസ് ബോത്ത് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് has given power of the constitution. ഭരണഘടനയിൽ സെൻട്രൽ സ്റ്റേറ്റ്, അതാണ് അധികാര വികേന്ദ്ര, ഡീസെൻട്രലൈസേഷൻ ഓഫ് ദ സെൻട്രൽ സ്റ്റേറ്റ്, അതായത് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും കൂടെയുള്ള അധികാര വികേന്ദ്രീകരണത്തിലൂടെയുള്ള ഒരു ഭരണക്രമമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ യൂണിയൻ ഗവൺമെൻറ് മാത്രമാണ് ഭരിക്കുന്നത്? അല്ല, യൂണിയനും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ചേർന്നിട്ടാണ് അതിനെയാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്, അല്ലേ? അധികാരത്തെ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്ത് പോയി, അധികാര വിഭജനം. Okay. To establish the supremacy of the constitution because both the union and state has given power by the constitution has to be independent in their sphere and govern. അവരുടെ ഭരണത്തിൽ അവരെല്ലാം തന്നെ, അതായത് യൂണിയനും സ്റ്റേറ്റും ഭരണ സംവിധാനത്തിൻ്റെ കാര്യത്തിൽ തികച്ചും ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത്തരത്തിലുള്ള അധികാരങ്ങൾ കൂടി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ യൂണിയനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നൽകിയിട്ടുണ്ട്. ഓക്കെ, അതാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ത്യ ബിക്കെയിം എ ഒരു ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ ഉത്തരം ഇന്ത്യ ബിക്കം എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ ഇനി വരുന്നത് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ദൃഢ ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത് എന്ന് പറയുമ്പോൾ ഒരു പ്രൊസീജിയർ ഓഫ് അമെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എ ഫെഡറൽ സിസ്റ്റം ഈസ് നോർമലി റിജിഡ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ദൃഢ ഭരണഘടനയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ദാറ്റ് സം അമെൻഡഡ് റിക്വയർ ദ സ്പെഷ്യൽ അമെൻഡഡ് എന്ന് പറയുമ്പോൾ ഭരണഘടനാ ഭേദഗതികൾ, അല്ല, ഈ ഭരണഘടനാ ഭേദഗതികൾ എങ്ങനെയുള്ളതാണ്? സ്പെഷ്യൽ മെജോറിറ്റീസ് വേണം. ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണമെങ്കിൽ മെജോറിറ്റി അംഗീകാരം നൽകണം. സച്ച് അമെൻഡഡ് ഹാസ് ടു ബി പാസ്ഡ് ബൈ മെജോറിറ്റി ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ഈച്ച് ഹൗസ് ഓഫ് ദ പാർലമെന്റ്. പാർലമെന്റിന്റെ
ഇരുസഭകളും രാജ്യസഭയും ലോക്സഭയും മെജോറിറ്റി മെമ്പേഴ്സ് പാസ്സാക്കിയെങ്കിൽ മാത്രമേ ആ ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കുകയുള്ളൂ. ഓക്കെ, ദ മെമ്പേഴ്സ് ഓഫ് ഈച്ച് ഹൗസ് ഓഫ് ദ പാർലമെന്റ് ആസ് വെൽ ആസ് ദ 2/3 മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഒരു വോട്ടിംഗ് ഹിയർ. അതിവിടെ വോട്ടെടുക്കുന്ന സമയത്തിൽ 2/3 പ്രതിനിധികളും അതിന് ആ അമെൻഡിനെ അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, ഹൗവർ ദ അഡീഷൻ ദീസ് പ്രോസസ് സം അമെൻഡഡ് മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൽ 50% അപ്രൂവൽ ലഭ്യമായിരിക്കണം. ആഫ്റ്റർ ദീസ് പ്രൊസീജിയർ ദ അമെൻഡ് ഈസ് സൈൻഡ് ബൈ ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ദ പ്രസിഡന്റ് സീസ് ഇന്ത്യ ഇമ്പോർട്ടൻറ്റ് അമെൻഡ് ക്യാൻ ബി അമെൻഡഡ് ത്രൂ ദ പ്രൊസീജിയർ. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ അനുസരിച്ചാണ് നമ്മൾ അമെൻഡ് ഭരണഘടനാ ഭേദഗതി വരുന്നത്. അവസാനം ഇതിൽ സൈൻ ചെയ്ത് നടപ്പിലാക്കേണ്ടത് ആരാ? അത് പ്രസിഡന്റാണ്. ഓക്കെ ആണല്ലോ. ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാവ് ബീൻ റിജിഡ്ലി കാൾഡ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്? സോ ദാറ്റ് ഈസ് വൈ വി ക്യാൻ സേ ദാറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്ലി വി കാൾ ഇറ്റ് ഈസ് എ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയപ്പെടുന്നത് ഒരു ലിഖിത ഭരണഘടനയാണ്, ഒരു ദൃഢ ഭരണഘടനയാണ്. ദെൻ വരുന്നത് ഡിവിഷൻ ഓഫ് പവേഴ്സ്. ഇനി എന്താണ്? അധികാര വിഭജനമാണ് വരുന്നത്. യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ ദർ ഇസ് ക്ലിയർ ഡിവിഷൻ ഓഫ് പവേഴ്സ് സോ ദാറ്റ് ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ആർ റിക്വയർഡ് ടു എനാക്ട് ദ ലെജിസ്ലേറ്റീവ് within their sphere of activity and non-violates its limits and try to encroach upon the functions of other. Your constitution enumerated 3 legs. അപ്പോൾ നമ്മുടെ ഡിവിഷൻ ഓഫ് പവേഴ്സ് വരുന്നത് 3 തലത്തിലാണ്. എങ്ങനെയാണ് നമ്മൾ, അതായത് ഒരു ഭരണം നടക്കുന്നത് ഇന്ത്യയിൽ 3 തലങ്ങളിലൂടെയാണ്. അപ്പോൾ നമുക്ക് ഏതാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇത് ഇത്തരത്തിലൂടെയാണ് ഒരു രാജ്യം, എസ്പെഷ്യലി ഇന്ത്യയിൽ അധികാരം വിഭജിച്ച് പോകുന്നത്. യൂണിയൻ ലിസ്റ്റ് കൺസിസ്റ്റ് ഓഫ് 97 സബ്ജക്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ 97 സബ്ജക്റ്റുകൾ കൺസിസ്റ്റ് ഓഫ് 97 സബ്ജക്ട്. നാഷണൽ ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ ദേശീയ പ്രാധാന്യമുള്ള ഡിഫൻസ്, റെയിൽവേ, പോസ്റ്റ്, ടെലിഗ്രാഫ് എക്സെട്ര ഇൻക്ലൂഡഡ് ഇൻ ദി യൂണിയൻ ലിസ്റ്റ്. ദ സ്റ്റേറ്റ് ലിസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ദി 66 സബ്ജക്റ്റ് ലോക്കൽ ഇൻട്രസ്റ്റ് ആസ് പബ്ലിക് ഹെൽത്ത്, പോലീസ് ഒക്കെ വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ദെൻ വരുന്ന കൺകറന്റ് ലിസ്റ്റ് ഹാസ് ബീൻ 47 സബ്ജക്ട് ഇമ്പോർട്ടൻറ്റ് ബോത്ത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റിലും കൂടി ഉൾപ്പെട്ടിട്ടുള്ള 47 സബ്ജക്റ്റുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സച്ച് ആസ് ഇലക്ട്രിസിറ്റി, ട്രേഡ് യൂണിയൻ, എക്കണോമിക്സ്, സോഷ്യൽ പ്ലാനിങ് എക്സെട്ര, എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ്. കൃഷി, വിദ്യാഭ്യാസം, ഫോറസ്റ്റ്, പിന്നെ ട്രേഡ് യൂണിയൻസ്, എക്കണോമിക്, സോഷ്യൽ പ്ലാനിങ് ഒക്കെ എവിടെ വരുന്നത്? ഈ 2 ലിസ്റ്റിലും കൂടി ചേർന്നിട്ടാണ്, അതായത് കൺകറന്റ് ലിസ്റ്റിൽ, അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ ഇതിനാണ് ഡിവിഷൻ ഓഫ് പവർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ സുപ്രമസി ഓഫ് ദി പരമാധികാരം, ജുഡീഷ്യറിയുടെ പരമാധികാരത്തെക്കുറിച്ചുമാണ് പറയുന്നത്. നീതിന്യായ വ്യവസ്ഥയുടെ പരമാധികാരം എന്താണ്? അനദർ വെരി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദ ഫെഡറേഷൻ ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. നമുക്കൊരു ജുഡീഷ്യറി ഉണ്ട്, അത് തികച്ചും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. To interpret the constitution to maintain the sanctity. The Supreme Court of India has to original judication. അപ്പോൾ ഇന്ത്യയുടെ സുപ്രീം കോടതി ഉത്ഭവ അധികാരമുള്ളതാണ്. ജുഡിക്ഷൻ ടു സെറ്റിൽ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ, ആരൊക്കെ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സുകൾ പരിഹരിക്കാൻ, പ്രശ്നങ്ങൾ യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്ത്യൻ സുപ്രീം കോടതിക്ക് ജുഡിക്കേഷൻസ് ടു സെറ്റിൽ ഡിസ്പ്യൂട്ട്സ്. ഇറ്റ് ക്യാൻ ഡിക്ലെയർ ദ ലോ ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. അപ്പോൾ ലോ എന്ന് പറയുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഇഫ് ദ കോൺട്രവേഴ്സീസ് എനി പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സികൾ വരികയാണെങ്കിൽ ഇതിനെ രമ്യഗമ്യമായി പരിഹരിക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ട്. ഓക്കെ, അത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യ ബിക്കേം എ ഫീച്ചർ ഓഫ് ഇന്ത്യൻ ഫെഡറേഷൻ. ഇന്ത്യൻ ഫെഡറേഷൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുമ്പോൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഡിവിഷൻ ഓഫ് ലേബർ, ദെൻ ഡിവിഷൻ ഓഫ് ലേബർ, സുപ്രമസി ഓഫ് ദി ജുഡീഷ്യറി. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാച്ചർ ഓഫ് ദി ഇന്ത്യൻ ഫെഡറേഷൻ. ഇന്ത്യൻ ഫെഡറേഷന് അതിൻ്റേതായിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകളുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ഒന്ന് നോക്കിപ്പോകാം. ആദ്യമായിട്ട് ഇൻസ്പിറ്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ദ ഫെഡറൽ സ്ട്രക്ചർ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയുള്ളതാണ്? ഒരു ഫെഡറൽ സ്ട്രക്ചർ ഉള്ളതാണ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇന്ത്യൻ ടു വെരി ഡിഫിക്കൽട്ട് ടു പുട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ കാറ്റഗറി ഓഫ് ട്രൂ ഫെഡറേഷൻ. ഒരു ട്രൂ ഫെഡറേഷൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരുപാട് എന്താ പറയുക, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദ ഫ്രെയിമേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ മോഡിഫൈഡ് ദ ട്രൂ നാച്ചർ ഓഫ് ദി ഇന്ത്യൻ ഫെഡറേഷൻ. നമ്മൾ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത് തയ്യാറാക്കുന്ന ഒരു വിഭാഗക്കാരുണ്ടല്ലോ, അവരെങ്ങനെയാണ് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ദ ഫ്രെയിമേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ മോഡിഫൈഡ് ചെയ്തു. അവരെന്ത് ചെയ്തു? മോഡിഫൈഡ് ചെയ്ത് ട്രൂ നാച്ചർ ഓഫ് ദ ഇന്ത്യൻ ഫെഡറേഷൻ. ഇന്ത്യൻ ഫെഡറേഷൻ്റെ ട്രൂ നാച്ചറിനെ അവരെന്ത് ചെയ്തു? മോഡിഫൈഡ് ചെയ്യും ബൈ ഇൻകോപ്പറേറ്റിംഗ് സർട്ടൻ ഫെഡറൽ ഫീച്ചേഴ്സ്. അതായത് ഇതിലേക്ക് കുറച്ച് സർട്ടൻ ആയിട്ടുള്ള ചില നോൺ ഫെഡറേഷൻ ഫീച്ചേഴ്സ് ആൾസോ ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൂടി കൂട്ടി യോജിപ്പിച്ചു. അങ്ങനെയാണ്. ആർട്ടിക്കിൾ 1 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് ആർട്ടിക്കിൾ 1 പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ് ഇന്ത്യ ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്നാണ് പറയുന്നത്.
Okay, well, it implies the two things. First, it is to be result in the agreement among the states, and secondly, state have to freedom to secure or separate from the union. അതായത് സ്റ്റേറ്റിന് അധികാരം കൊടുത്തിട്ടുണ്ട്, ആർട്ടിക്കിൾ 1 പ്രകാരം ഓരോ സ്റ്റേറ്റിനും അധികാരം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുള്ള അധികാരമാണ് കൊടുത്തിട്ടുള്ളത്? സ്റ്റേറ്റ്. ആൻഡ് സെക്കൻഡ്ലി, ദ സ്റ്റേറ്റ് ഹാസ് ടു നോ ഫ്രീഡം ടു സെപ്പറേറ്റ് ഫ്രം ദ യൂണിയനിൽ നിന്നും പ്രത്യേകിച്ച് വിഭജിച്ച് പോകാനുള്ള ഒരു അധികാരം സ്റ്റേറ്റിന് കൊടുത്തിട്ടില്ല. രണ്ടും യോജിച്ച് നിന്ന് വേണം നമ്മുടെ ഭരണം നിർവഹിച്ചുകൊണ്ട് പോകാൻ. അതാ പറയുന്നത്, ദ സ്റ്റേറ്റ് ഹാസ് നോ ഫ്രീഡം ടു ഓർ സെപ്പറേറ്റ് ഫ്രം യൂണിയൻ ബിസൈഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ് ഈസ് സിംഗിൾ ഫ്രെയിംവർക്ക്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ യൂണിയനും സ്റ്റേറ്റും ഒരു സിംഗിൾ ഫ്രെയിംവർക്കിലാണ് വരേണ്ടിട്ടുള്ളത്. ഫ്രെയിംവർക്ക് ഫ്രം നെയ്തർ ക്യാൻ ഗെറ്റ് ഔട്ട് വിത്തിൻ വിച്ച് മസ്റ്റ് ബി ഫങ്ഷൻ. അപ്പോൾ ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്നതിന്, ഭരണം നടത്തിക്കൊണ്ട് പോകുന്നത് യൂണിയനും സംസ്ഥാന ഗവൺമെൻറ്റും ഒരുമിച്ചൊരു സിംഗിൾ ഫെഡറേഷനിലാണ്. അപ്പോൾ ദിസ് ഫെഡറേഷൻ ഈസ് യൂണിയൻ ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഡിസ്ട്രിക്ട്. അപ്പോൾ ഫെഡറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ഇൻഡിസ്ട്രിക്റ്റബിൾ ആണ്. ആൻഡ് ഇറ്റ് ഹെൽപ്പ് ടു മെയിൻറ്റെയിനിങ് യൂണിറ്റി ഓഫ് ദ കൺട്രി. അപ്പം നമ്മൾ ഇന്ത്യൻ ഫെഡറേഷൻ ബിക്കേം യൂണിയൻ. ഇന്ത്യൻ ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ യൂണിയൻ ആണ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അതിനെ ഒരിക്കലും നമ്മൾ യൂണിയനെ സ്റ്റേറ്റിൽ നിന്ന് വേർതിരിച്ചുകൊണ്ടുള്ള ഭരണം നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ സാധ്യമാകുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത് യൂണിറ്റി ഓഫ് ദ കൺട്രി ഓൾവേസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫെഡറേഷൻ, ഇന്ത്യൻ ഫെഡറേഷൻ എന്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്? യൂണിറ്റി ഓഫ് ദ കൺട്രി, ഒരു രാജ്യത്തിൻ്റെ യൂണിറ്റി മെയിൻറ്റെയിനിങ് ചെയ്തു പോകുന്നുണ്ട്. ദ സെൻറ്റർ അപ്പോയിൻറ്റ് ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ടേക്ക് ഓവർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഗവർണർ ഓഫ് ദ അതർവൈസ്. ഇനി സെൻട്രലിൽ എന്ത് ചെയ്യുന്നുണ്ട്? സെൻട്രൽ അപ്പോയിൻമെൻറ്റ് ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്. ഓരോ സംസ്ഥാനത്തിലേക്ക് പിന്നെ കേന്ദ്രത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്രം ഓരോ സംസ്ഥാനത്തിലും ഒരു ഗവർണറെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ ഭരണം നടത്തിക്കൊണ്ട് പോകുന്നതിന്. ദ സെൻട്രൽ അപ്പോയിൻറ്റ് ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ടേക്ക് ഓവർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഗവർണർ ഓർ അതർവൈസ്. ഇത് അതർവൈസ് ഗവർണർ ഈസ് ഏജന്റ് ഓഫ് ദ സെൻട്രൽ സ്റ്റേറ്റ്സ്. ഈ ഗവർണർ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ഗവർണർ, സെൻട്രലിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് സ്റ്റേറ്റിലേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്ത ഗവർണർ എന്ന് പറയുന്ന സെൻട്രൽ സ്റ്റേറ്റിൻ്റെ ഒരു ഏജന്റായിട്ട് പ്രവർത്തിച്ചു പോകുന്നുണ്ട്. ഇദ്ദേഹത്തിലൂടെയാണ് അധികാരം പോകുന്നത്. ദ വർക്കിംഗ് ഓഫ് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം ക്ലിയർലി റിവീൽ ദാറ്റ് ഗവർണർ ഹാസ് ആക്ട് മോർ ദാൻ സെൻട്രൽ റെപ്രസെൻറ്റേറ്റീവ്. ഗവർണർ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സെൻട്രലിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് സ്റ്റേറ്റിൽ ഭരണം നടത്തിക്കൊണ്ട് പോവുകയാണ്. അല്ലെ, അതാ പറയുന്നത്, ദ വർക്കിംഗ് ഓഫ് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം ക്ലിയർലി റിവീൽ ദാറ്റ് ഗവർണർ ഹാസ് ആക്ട് മോർ ദാൻ ദ സെൻട്രൽ റെപ്രസെൻറ്റേറ്റീവ് ദാൻ ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. കൂടാതെ സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്നതിലുപരിയായിട്ട് സെൻറ്ററിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഇദ്ദേഹം ഇവിടെ ഭരണം നടത്തുന്നത്. ഇറ്റ് എനേബിൾ ദ യൂണിയൻ ഗവൺമെൻറ് ടു എക്സസൈസ് കൺട്രോൾ ഓവർ ദ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ. യൂണിയൻ ഗവൺമെൻറ് മാത്രമല്ല, സെൻട്രലിലെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ആരാണ്? യൂണിയൻ ഗവൺമെൻറ് ആണ്. ദ കൺട്രോൾ ഓഫ് യൂണിയൻ ഓവർ സ്റ്റേറ്റ് ആഫ്റ്റർ ദ ഇമ്പോസിഷൻ ഓഫ് ദ നാഷണൽ എമർജൻസി. പ്രധാനമായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ദേശീയ തലത്തിലുള്ള അടിയന്തരാവസ്ഥകൾ വരുന്ന കാലഘട്ടത്തിൽ. എമർജൻസി നമ്മൾ പഠിക്കും. 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളുണ്ട്: നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി. ഓക്കെ ആണ്. ഇനി അപ്പോൾ ഇതാണ് നമ്മൾ നാച്ചുറൽ ഇന്ത്യൻ ഫെഡറേഷൻ്റെ ചില സ്വഭാവ സവിശേഷതകളാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഇനിക്വാളിറ്റി ഓഫ് ദ യൂണിറ്റി ഓഫ് ഫെഡറേഷൻ ഈസ് ബെസ്റ്റ് ഗ്യാരണ്ടി ബൈ ദ ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ അപ്പർ ഹൗസ് ആൻഡ് ഫെഡറൽ ലെജിസ്ലേറ്റർ പാർലമെന്റ്. ഹവർ ദിസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. They have unequal representation of the Rajya Sabha. The true federation such as Union States of America, every state representatives of their size in the term of area or population is said to represent in the upper house or senate. So next വരുന്നത്, equality of the units in the federation is best guaranteed by their equal representation in the upper house of the ഫെഡറൽ ലെജിസ്ലേറ്റർ. അപ്പർ ഹൗസ് ഓഫ് ദി ഫെഡറൽ ലെജിസ്ലേച്ചർ മീൻസ് പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ഓരോ തരത്തിൽ, അതായത് ഒരേ നിലവാരത്തിലുള്ള ഈക്വൽ റെപ്രസെൻറ്റേഷൻ വേണമെന്നുള്ളതാണ്. ഈക്വാലിറ്റി ഓഫ് ദ യൂണിറ്റ്സ്. ഇപ്പോൾ യൂണിയനിൽ ഈക്വാലിറ്റി വരുത്തണമെങ്കിൽ അവിടെ എന്താണ്? ഈക്വാലിറ്റി ഓഫ് ദ യൂണിറ്റ്സ് ഇൻ ദ ഫെഡറേഷൻ ഈസ് ബെസ്റ്റ് ഗ്യാരണ്ടീഡ് ബൈ ദർ ഈക്വൽ റെപ്രസെൻറ്റേഷൻസ് ഇൻ ദ അപ്പർ ഹൗസ്. അപ്പർ ഹൗസ്, ലോവർ ഹൗസ് ഉണ്ട്. അപ്പർ ഹൗസ് എന്ന് വെച്ചാൽ രാജ്യസഭ. ഈക്വൽ അപ്പർ ഹൗസ് ഓഫ് ദ ഫെഡറൽ രജിസ്ട്രേഷൻ ഓർ പാർലമെൻറ്റിൻ്റെ അപ്പർ ഹൗസ്, രാജ്യസഭയിൽ. അവർ ദിസ് ഈസ് നോട്ട് പോസിബിൾ. പക്ഷേ ഇങ്ങനെ പാർലമെൻറ്റിൻ്റെ അപ്പർ ഹൗസിൽ ഈക്വൽ റെപ്രസെൻറ്റേറ്റീവ്സിനെ കൊണ്ടുവരുമെന്ന് പറയുന്നത് നമുക്ക് നടപ്പാകാൻ കഴിയാത്തൊരു കാര്യമാണ്. ഹവർ ദിസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദ കേസ്. ഇന്ത്യൻ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈക്വൽ റെപ്രസെൻറ്റേറ്റീവ്സിനെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. അപ്പോൾ ദേ ഹാവ് അൺഈക്വൽ റെപ്രസെൻറ്റേഷൻ ദ രാജ്യസഭയിൽ അൺഈക്വൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് ഉള്ളത്. അതുകൊണ്ട് ദ ട്രൂ ഫെഡറേഷൻ സച്ചാസ്, ഇനിയിപ്പോൾ നമ്മളൊരു ട്രൂ ഫെഡറേഷൻ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ട്രൂ ഫെഡറേഷൻ ആണെന്ന് പറയാനും നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എടുക്കുകയാണെങ്കിൽ അവിടെ എവരി സ്റ്റേറ്റ്
ഓരോ സ്റ്റേറ്റിൻ്റെ റെസ്പെക്റ്റീവ്സ് ഓഫ് ദർ സൈസിനെക്കാട്ടുപരിയായിട്ട് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. എവറി സ്റ്റേറ്റ് റെസ്പെക്റ്റീവ്സ് ഓഫ് ദർ സൈസ് ഇൻ ദ ടേം ഓഫ് ഏരിയ ഓർ പോപ്പുലേഷൻ ഇറ്റ് സെൻഡ് ടു റെപ്രസെൻറ്റേറ്റീവ്സ് ഇൻ ദ അപ്പർ ഹൗസ്. അവിടുത്തെ യൂണിയൻ, നമ്മുടെ അമേരിക്കയിലെ യൂണിയൻ ഓഫ് അപ്പർ ഹൗസിൽ ഈക്വൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സുകൾ എത്തുന്നുണ്ട്. റെസ്പെക്റ്റീവ്സ് ഓർ സൈസ് ആൻഡ് ദെയർ പോപ്പുലേഷനെക്കാട്ടിലും ഉപരിയായിട്ട് ഈക്വൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സുകൾ അപ്പർ ഹൗസിലുണ്ട് എന്നുള്ളതാണ്, അതായത് സെനറ്റിൽ. ഓക്കെ, പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈക്വൽ റെപ്രസെൻറ്റേറ്റേഷന് എവിടെ ഇല്ല, രാജ്യസഭയിൽ ഇല്ല. അത് ഒരു ഫെഡറേഷൻ ആണോ എന്നുള്ളത് ഒരു സംശയകരമായിട്ടുള്ള കാര്യമായിട്ട് നമ്മൾക്കിവിടെ പറയാം. അപ്പോൾ ഈക്വാലിറ്റി ഇവിടെ പാലിച്ച് പോകുന്നില്ല. ഇനി അഡീഷൻ ടു ഓൾ ദിസ് ഇമ്പോർട്ടൻറ്റ് അപ്പോയിൻമെൻറ്റ് ഓഫ് ദി ഇലക്ഷൻ, ഇതിനെ കൂടാതെ നമ്മൾ ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നു. ഇൻ അഡീഷൻ ടു ഓൾ ദീസ് ഓൾ ഇമ്പോർട്ടൻറ്റ് അപ്പോയിൻമെൻറ്റ് സച്ച് ആസ് ഇലക്ഷൻ കമ്മീഷണർ, കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ആർ മെയ്ഡ് ബൈ ദി യൂണിയൻ ഗവൺമെൻറ്. ഇവരൊക്കെ തന്നെ നിയമിക്കുന്നത് ആരാ? യൂണിയൻ ഗവൺമെൻറ് ആണ്. ഓക്കെ, ഇനി ബിസൈഡ് ദർ ആർ സിംഗിൾ സിറ്റിസൺ, അതുപോലെ തന്നെ നമ്മൾ സിംഗിൾ സിറ്റിസൺഷിപ്പാണ് ഇവിടെ ഇരിക്കുന്നത് ഇന്ത്യയിലെ ഭരണഘടന. ദർ ഇസ് എ പ്രൊവിഷൻ ഫോർ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഓരോ സ്റ്റേറ്റിന് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? ഇല്ല. ദെൻ ദ സ്റ്റേറ്റ് കനോട്ട് പർപ്പസ് അമെൻഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓരോ സ്റ്റേറ്റിനും പ്രത്യേകമായിട്ടുള്ള ഒരു ഭരണഘടന ഭേദഗതി നടത്താനുള്ള അധികാരവും ഇല്ല. ഓക്കെ, ആ സച്ച് അമെൻഡഡ് ക്യാൻ ഓൺലി ബി മെയ്ഡ് ബൈ ദ യൂണിയൻ പാർലമെൻറ്റ്. യൂണിയൻ പാർലമെൻറ്റിന് മാത്രമേ ഇത്തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതികൾ നടത്താനുള്ള അവകാശമുള്ളൂ. ദെൻ വരുവാണെങ്കിൽ ഇൻ ഓർഡർ ടു എൻഷുർ യൂണിഫോമിറ്റി ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് മെയിൻറ്റെയിനിങ് മിനിമം കോമൺ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാൻഡേർഡ് വിത്തൗട്ട് impairing federal system. All Indian service such as IAS, IPS have been created with a kept under the control of union. പിന്നെ നമ്മൾ ഓൾ ഇന്ത്യൻ സർവീസുകളായുള്ള IAS, IPS ഒക്കെ തന്നെ അവരുടെയൊക്കെ തന്നെ നിയന്ത്രണം ഇന്ത്യൻ യൂണിയൻ ഗവൺമെൻറ്റിനാണ്. ഓക്കെ, ഫിനാൻഷ്യൽ മാറ്റേഴ്സും ആരാ കൈകാര്യം ചെയ്യുന്ന? യൂണിയൻ ഗവൺമെൻറ് ആണ്. ടു സ്റ്റേറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ യൂണിയൻ, ഈ സ്റ്റേറ്റ് യൂണിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. ദ സ്റ്റേറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ യൂണിയൻ ടു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്, വളരെ വിപുലമായ രീതിയിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദ സ്റ്റേറ്റ് ഡു നോട്ട് possess adequate financial resource to meet their requirement. Do not possess adequate financial resource to meet their requirement. During the financial emergency, the central exercise full control over the state finance. പിന്നെ നമ്മളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ മാറ്റേഴ്സിനെയും ഒരു സംസ്ഥാന ഗവൺമെൻറ് ആശ്രയിക്കുന്ന യൂണിയൻ ഗവൺമെൻറ്റിനെ തന്നെയാണ്. ഇനി ഒരു സ്റ്റേറ്റ് ഇതുവരെയും നടപ്പിലാക്കിയിട്ടുള്ള ഫിനാൻഷ്യൽ എമർജൻസി ഒന്നും ഇതുവരെയും വന്നിട്ടില്ല. മേ ബി ഇനി വന്ന് കഴിയുകയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ എമർജൻസി ദ സെൻട്രൽ എക്സസൈസ് ഫുൾ കൺട്രോൾ ഓവർ ദ സ്റ്റേറ്റ് ഫിനാൻസിൻ്റെ ഫുൾ കൺട്രോൾ ആരായിരിക്കും? അതും യൂണിയൻ ഗവൺമെൻറ് ആയിരിക്കും. ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ദെൻ ദ കേസ് ഓഫ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇത് ഫെഡറൽ പ്രിൻസിപ്പൽ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് എ സ്ട്രോങ് സെൻറ്റർ ബൈ അസൈനിങ് ഓൾ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് ടു സെൻറ്റർ ആസ് പെർ ദ യൂണിയൻ ലിസ്റ്റ്. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാവ് വെരി ലിമിറ്റഡ് പവർ. ഫിനാൻഷ്യലി ദ സ്റ്റേറ്റ് ഹാവ് ഡിപ്പെൻഡ് ഓൺ ദ സ്റ്റേറ്റ്. ഇനി നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് പറയുന്നുണ്ട് എല്ലാ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പവേഴ്സ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ ഡിഫൻസ് അടക്കം ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന യൂണിയൻ ഗവൺമെൻറ്റാണ്. എന്നാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പവർ കൊടുത്തിട്ടുണ്ടോ? പവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാവ് ലിമിറ്റഡ് പവർ. അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിലും ലിമിറ്റഡ് പവർ ഓൺലി. ഓക്കെ, ദ ഫിനാൻഷ്യലി സ്റ്റേറ്റ് ഹാസ് ഡിപ്പെൻഡ് ഓൺ ദ സ്റ്റേറ്റ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്? യൂണിയൻ ഗവൺമെൻറ്റിനെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്കഷനിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. നമ്മളിവിടെ അധികാര വിഭജനം നടത്തിക്കൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ബിക്കം എ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് ആണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇന്ത്യൻ ഫെഡറേഷൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസുകളാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. വി ഹാവ് സീൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ പ്രൊവൈഡ് ഫോർ ഫെഡറൽ സിസ്റ്റം. ഒരു ഫെഡറൽ സിസ്റ്റമാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കേം എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ഫെഡറൽ സിസ്റ്റം ആൾസോ. അപ്പോൾ എങ്ങനെയാണ്? ബോത്ത് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ആർ ക്രിയേറ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഡിറൈവ് ദ റെസ്പെക്റ്റീവ്സ് അതോറിറ്റി ഫ്രം ഇറ്റ്. യെസ്, ദർ ഇസ് എ ക്രിറ്റിസിസം ഇൻ ഇന്ത്യ ഇസ് ഫെഡറൽ സ്റ്റേറ്റ് ബട്ട് ദ യൂണിറ്ററി ഫീച്ചേഴ്സ്. സോ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ കുറിച്ചിട്ടാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായി പറഞ്ഞത് വി ഹാവ് സീൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ഫോർ ദ ഫെഡറൽ സിസ്റ്റം. ബോത്ത് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ആർ ക്രിയേറ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഡിറൈവ് ദെയർ റെസ്പെക്റ്റീവ് അതോറിറ്റി ഫ്രം ഇറ്റ്. ദർ ഇസ് എ സർട്ടൻ ദാറ്റ് ഇന്ത്യ ഇസ് എ ഫെഡറൽ സ്റ്റേറ്റ് ബട്ട് വിത്ത് യൂണിറ്ററി ഫീച്ചേഴ്സ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ്, പക്ഷേ യൂണിറ്ററി ആയിട്ടുള്ള ചില
സ്വഭാവ സവിശേഷതകൾ കൂടി ഇന്ത്യക്കുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഹൗ ഫാർ ഈസ് ദ ക്രിറ്റിസിസം വാലിഡ്? ടു അണ്ടർസ്റ്റാൻഡിങ് ദിസ് ഇറ്റ് ഈസ് എ ഡിസറബിൾ ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റം ആണെങ്കിലും യൂണിറ്ററി സ്വഭാവം നിലനിർത്തുന്നത് കൊണ്ട് തന്നെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. ദ റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ കോർ ഓഫ് ദ ഫെഡറൽ ഹാവ് ബീൻ ഇമ്യൂറേറ്റഡ് ഇൻ ദ പാർട്സ്. ദ റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ കോർ ഓഫ് ദ ഫെഡറലിസം ഹാവ് ബീൻ enumerated in the part 11 and 12 of the constitution under the heads legislative, administrative and financial relation. Let us examine them one by one. അപ്പോൾ നമ്മൾ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം പാർട്ട് 11ലും 12ലും പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയിലെ പാർട്ട് 11 ആൻഡ് 12 ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അണ്ടർ ദ ഹെഡ്സ് ഓഫ് ലെജിസ്ലേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ റിലേഷൻ. അപ്പോൾ ഈ സെൻട്രൽ സ്റ്റേറ്റ് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഭരണത്തിൽ ഏറ്റവും പ്രാധാന്യം കുറിക്കുന്ന ചില അടിസ്ഥാന മേഖലകളാണ് ഏതെന്നറിയപ്പെടുന്നത് ലെജിസ്ലേറ്റീവ്, അതായത് നിയമനിർമ്മാണ കാലഘട്ടത്തിലും ഭരണ കാലഘട്ടത്തിലും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കാലഘട്ടത്തിലും ഫിനാൻഷ്യൽ സാമ്പത്തിക റിലേഷൻസുകൾ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിലേഷൻസ്, ലെജിസ്ലേറ്റീവ് റിലേഷൻസും ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 11ലും 12ലുമാണ് ഇവർ തമ്മിലുള്ള സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് തമ്മിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെക്കുറിച്ചും ലെജിസ്ലേറ്റീവ് സിസ്റ്റത്തെക്കുറിച്ചും നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ റിലേഷൻസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ദ റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ കോർ ഓഫ് ദ ഫെഡറൽ ഹാവ് ബീൻ enumerated in the part 11 and 12. അപ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ കുറിച്ച് ഒരു ഇന്ത്യൻ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണല്ലോ. അപ്പോൾ ഈ ഫെഡറലിസം സിസ്റ്റം പ്രകാരം ഇനുമറേറ്റ് ചെയ്തിരിക്കുന്ന പാർട്ട് ഏതാണ്? പാർട്ട് 11ലും 12ലുമാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഭരണഘടന ഇവരുടെ ആ ബന്ധത്തെ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? അവർ നടപ്പിലാക്കുന്ന ചില നിയമ നടപടികൾ, അതായത് ലെജിസ്ലേറ്റീവ് സിസ്റ്റത്തിലും അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലും ഫിനാൻഷ്യൽ റിലേഷൻസിലും ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ബന്ധം എങ്ങനെയാണ് നിലനിർത്തിക്കൊണ്ടു പോകുന്നത്, ആരാണ് ഈ ഭരണത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്, ഇതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു ബന്ധം മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ആസ് എ ഫെഡറൽ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭികാമ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബന്ധം മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഏതെല്ലാം കാര്യത്തിലാണ് അവർ ആ കോർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്? ലെജിസ്ലേറ്റീവ്, നിയമനിർമ്മാണപരമായിട്ടുള്ള കാര്യത്തിൽ. നമുക്ക് നോക്കാം റിഗാർഡിംഗ് ലെജിസ്ലേറ്റീവ് റിലേഷൻസ്. ഇപ്പോൾ ലെജിസ്ലേറ്റീവ് റിലേഷൻസ് എന്ന് പറയുമ്പോൾ സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച്. ദർ ഇസ് എ ത്രെഡ് ഫോൾഡ് ഡിവിഷൻ ഓഫ് ദ പവർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പവറിനെ ത്രെഡ് ഫോൾഡ് ആയിട്ട് ത്രീ ഫോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ തന്നെ നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇങ്ങനെ 3 ലിസ്റ്റുകളിലൂടെ 3 ഫോൾഡ് ഡിവിഷൻസുകളായിട്ടാണ് ഈ ലെജിസ്ലേഷൻ സിസ്റ്റത്തെ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. റിഗാർഡിംഗ് ലെജിസ്ലേറ്റീവ് റിലേഷൻ ദർ ഇസ് എ 3 ഫോൾഡ് ഡിവിഷൻ ഓഫ് പവർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. വി ഹാവ് ഫോളോഡ് ദ സിസ്റ്റം വേർ ദർ ആർ 2 lists of legislative power, one for the center and other for the state, known as union list, state list respectively. An additional list is called concurrent list, has also been added. അപ്പോൾ ഇവരുടെ ഒരു എന്താ പറയുന്നത് ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള റിലേഷൻസിനെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? 3 ഫോൾഡ് ഡിവിഷൻസുകളായിട്ട് ലെജിസ്ലേറ്റീവ് അഡ്മിനിസ്ട്രേഷനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റിഗാർഡിംഗ് ലെജിസ്ലേറ്റീവ് റിലേഷൻ ദർ ഇസ് എ 3 ഫോൾഡ് ഡിവിഷൻ ഓഫ് പവർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. വി ഹാവ് ഫോളോഡ് ദ സിസ്റ്റം വിച്ച് നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എങ്ങനെയുള്ളതാണ്? ദർ ആർ 2 ലിസ്റ്റ്, പ്രധാനമായിട്ട് 2 ലിസ്റ്റുകളാണ്. ഇത് ലെജിസ്ലേറ്റീവ് പവർ, അതായത് ഇന്ത്യയുടെ ഒരു ലെജിസ്ലേറ്റീവ് പവറിൽ 2 ഡിവിഷൻസുകളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? 1 ഫോർ ദ സെൻറ്ററും 2 ഫോർ ദ സ്റ്റേറ്റും. ഒന്ന് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് അല്ലേ ലെജിസ്ലേറ്റീവ് റിലേഷൻസിൽ ആദ്യമായിട്ട് വരുന്നത്. ഈ റിലേഷൻഷിപ്പിന് നമ്മൾ അഗെയിൻ വി ഡിവൈഡ് ഇൻടു യൂണിയൻ ലിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് രണ്ടായിട്ട് തരംതിരിക്കുക. ഇനി ഈ 2 ലിസ്റ്റിൻ്റെ അകത്തും വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളെ ചേർത്തുകൊണ്ടാണ് കൺകറന്റ് ലിസ്റ്റ് എന്നറിയപ്പെടുന്ന അഡീഷണൽ ആയിട്ടുള്ള ലിസ്റ്റ് കൂടി വന്നത്. അപ്പോൾ നമ്മൾ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഭരണ സംവിധാനത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് പ്രധാനമായിട്ടും ഈ 3 ലിസ്റ്റുകളിലൂടെയാണ്. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ പ്രധാനമായിട്ടും ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യ ഘടകമാണ്. 3 തലത്തിലൂടെയാണ് ഭരണം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. ലെജിസ്ലേറ്റീവിലൂടെയും
ഇതിലൂടെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ലെജിസ്ലേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ റിലേഷൻ. അവിടെ നമ്മൾ ആദ്യം ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള റിലേഷൻസ് എങ്ങനെയാണ് നടന്നുകൊണ്ട് പോകുന്നതെന്ന് നോക്കാം. ഇനി യൂണിയൻ ലിസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ്, അപ്പോൾ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഭരണത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട 3 ലിസ്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് ചോദിക്കും അല്ലേ. ആദ്യ ലിസ്റ്റ് ഏതാണ്? യൂണിയൻ ലിസ്റ്റാണ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കൺസിസ്റ്റ് ഓഫ് 97 സബ്ജക്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് 97 സബ്ജക്റ്റുകളാണ്. നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് പിന്നെ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ ഔദ്യോഗികമായിട്ടുള്ള വളരെ ഒഫീഷ്യലായിട്ടുള്ള 97 വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? യൂണിയൻ ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനില്ല. അത്തരത്തിലുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് ആ വിഷയങ്ങൾ? 97 സബ്ജക്റ്റ് ഓഫ് ദ നാഷണൽ ഇൻട്രസ്റ്റ് ഇൻ ദ ലാർജസ്റ്റ് ഓഫ് ദ 3 ലിസ്റ്റ്. സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് ഇൻക്ലൂഡ് ഇൻ ദിസ് ലിസ്റ്റ് ആർ ഡിഫൻസ്, റെയിൽവേ, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, ഇൻകം ടാക്സ്, കസ്റ്റം ഡ്യൂട്ടീസ് എക്സെട്ര. ദ പാർലമെന്റ് ഹാസ് ദ എക്സ്ക്ലൂസീവ് പവർ ടു ഇനാക്ട് ലോ ഇൻ ദ സബ്ജക്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സബ്ജക്ട്സുകളെ പിന്നെ എന്താ പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള അധികാരങ്ങൾ, ഇത്തരത്തിലുള്ള പവറുകൾ എൻഷുർ ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണുള്ളത്? അത് പാർലമെന്റിനാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നമുക്കറിയാം സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസുകളെ കുറിച്ച് പഠിക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലെജിസ്ലേറ്റീവ് റിലേഷനാണ്. ലെജിസ്ലേറ്റീവ് റിലേഷൻ പ്രകാരം നമ്മളെ 3 തരത്തിലുള്ള ലിസ്റ്റുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിലുള്ള 97 സബ്ജക്റ്റുകളാണ് ഇന്ത്യയുടെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഡിഫൻസ്, അതുപോലെ തന്നെ അത് എടുത്ത് പഠിക്കണം, റെയിൽവേ, പോസ്റ്റ്, ടെലിഗ്രാഫ്, ഇൻകം ടാക്സ്, കസ്റ്റം ഡ്യൂട്ടീസ്. ഇത്തരത്തിലുള്ള മർമ്മപ്രധാനമായിട്ടുള്ള വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണോ? അല്ല. പിന്നെ ആരാ? യൂണിയൻ ലിസ്റ്റാണ്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി ഈ ലിസ്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇനാക്ട് ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണുള്ളത്? അത് പാർലമെന്റിനാണുള്ളത്. ദ പാർലമെന്റ് ഹാസ് ദ എക്സ്ക്ലൂസീവ് പവർ ടു ഇനാക്ട് ലോ ഓൺ ദ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് നിലവിൽ വരണമെങ്കിൽ നിയമം മുഖേനയാണല്ലോ നിലവിൽ വരേണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലോയെ ഇനാക്ട് ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ് വന്നിട്ടുള്ളത്? അത് പാർലമെന്റിനാണ്. The parliament has the exclusive power to enact a law on the subject, including the union list for the entire country. അപ്പോൾ ഇന്ത്യ ഒട്ടാകെയുള്ള ഈ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ നിയമം മുഖേന നടപ്പിലാക്കാനുള്ള അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണുള്ളത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി, ലെജിസ്ലേറ്റീവിൻ്റെ അകത്ത് വരുന്നതാണ്. ഇനി വരുന്ന സ്റ്റേറ്റ് ലിസ്റ്റുകളാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ പ്രധാനമായും 67 വിഷയങ്ങളുണ്ട്. 66 സബ്ജക്റ്റ് ടു ലോക്കൽ ഇൻട്രസ്റ്റ്. അപ്പോൾ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ഇൻക്ലൂഡ് ഇൻ ദ ലിസ്റ്റ് ആർ ട്രേഡ് ആൻഡ് കൊമേഴ്സ് വിത്ത് സ്റ്റേറ്റ് പോലീസ്, ഫിഷറീസ്, forest, industries, etc. The state legislative has been empowered to make a law on the subject including the state list. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിയമം മുഖേന ഇത്തരം വിഷയങ്ങൾ ഇനാക്ട് ചെയ്യാനുള്ള അധികാരം ആർക്കാണ് വരുന്നത്? അത് സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിനാണ് അല്ലേ. സംസ്ഥാന നിയമനിർമ്മാണ സഭകൾക്കായിരിക്കും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിയമം മുഖേന നടപ്പിൽ വരുത്തുന്നതിനുള്ള അധികാരം ഉള്ളത് സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിനായിരിക്കും. ഓക്കെ ആണേ. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 വിഷയങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ഈ 66 വിഷയങ്ങൾ? ഒന്നുകൂടി പഠിച്ചു വെച്ചോണം. ലോക്കൽ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി പ്രാദേശികപരമായിട്ടുള്ള ഒരു താല്പര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ അകത്താണല്ലോ വരുന്നത്. അപ്പോൾ ഡിഫൻസും അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരത്തില്ല. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? പ്രധാനമായിട്ടും പോലീസ്, ഫിഷറീസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ, പോലീസ്, ഫിഷറീസ്, പിന്നെ ഫോറസ്റ്റ് കൺകറന്റിലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ്, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് ലിസ്റ്റാണ്. അപ്പോൾ ഇതൊരു നിയമം മൂലം ഈ വിഷയം, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന സബ്ജക്റ്റുകളെ നിയമം മൂലം നടപ്പിലാക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? സ്റ്റേറ്റ് ലെജിസ്ലേറ്റർക്കാണുള്ളത്. സംസ്ഥാന നിയമനിർമ്മാണ സഭകൾക്കാണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ദ കൺകറന്റ് ലിസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ദ 47 സബ്ജക്ട് ഫോർ ദ കോമൺ ഇൻട്രസ്റ്റ് ബോത്ത് ദ യൂണിയൻ. ഇവിടെ കോമൺ ഇൻട്രസ്റ്റ് ഫോർ സ്റ്റേറ്റ് ലിസ്റ്റ് ആണെങ്കിൽ ഓൺലി ദ ലോക്കൽ ഇൻട്രസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ കൺകറന്റ് ലിസ്റ്റിലാണെങ്കിൽ യൂണിയൻ ലിസ്റ്റിൻ്റെയും സംസ്ഥാന ലിസ്റ്റിൻ്റെയും താല്പര്യപ്രകാരം രണ്ടും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു ലിസ്റ്റ് നടപ്പിലാക്കുന്നത് അല്ലേ. ദ കൺകറന്റ് ലിസ്റ്റ് കൺസിസ്റ്റ് ഓഫ് 47 സബ്ജക്ട് ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ബോത്ത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. സം ഓഫ് ദ സബ്ജക്ട്സ് ഇൻക്ലൂഡ് ഇൻ ദിസ് ലിസ്റ്റ് ആർ സ്റ്റാമ്പ് ഡ്യൂട്ടീസ്, ഡ്രഗ്സ് ആൻഡ് പോയിസൺ, ഇലക്ട്രിസിറ്റി, ന്യൂസ് പേപ്പർ എക്സെട്ര. കുറച്ച് വിഷയങ്ങൾ മാത്രമേ ഞാനിതിൽ പറയുന്നുള്ളൂ. പക്ഷെ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസമൊക്കെ വരുന്നത് ഈ കൺകറന്റ് ലിസ്റ്റിൻ്റെ അകത്താണ്. പിന്നെ ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടീസ്,
ഡ്രഗ്സ് ആൻഡ് പോയിസൺസുകൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ന്യൂസ് പേപ്പറുകൾ, ഇതെല്ലാം വരുന്നത് ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ് കേട്ടോ. ബോത്ത് ഓഫ് ദ പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ക്യാൻ മേക്ക് ദ ലോ ഓൺ ദ സബ്ജക്ട് ഇൻക്ലൂഡ് ഇൻ ദ ലിസ്റ്റ്. അപ്പോൾ ഈ ലിസ്റ്റിൽ വരുന്ന, ഈ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങളെ ഇനാക്ട് ചെയ്യുന്ന, ഒരു നിയമപ്രകാരം ഇനാക്ട് ചെയ്യുന്നതിനുള്ള അധികാരം ആർക്ക് ചേർന്നുകൊണ്ടാണ്? പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേറ്ററും കൂടി ചേർന്നുകൊണ്ടാണ് ഈ സബ്ജക്റ്റിലോ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ നിയമം മൂലം നടപ്പിൽ വരുത്തുന്നതിനുള്ള അധികാരം ആർക്കൊക്കെയാണ്? പാർലമെന്റിനും സംസ്ഥാന നിയമനിർമ്മാണ സഭകൾക്കുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടല്ലോ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലോ റിലേറ്റിംഗ് ടു സം സബ്ജക്ട്, ദി യൂണിയൻ ലോ പ്രിവീൽസ് ഓവർ ദ സ്റ്റേറ്റ് ലോ, പവർ ദ ലെജിസ്ലേറ്റർ ടു ഓൺ ഓൾ സബ്ജക്ട് നോട്ട് ഇൻക്ലൂഡിംഗ് ഇൻ എനി ഓഫ് ദ ത്രീ ലിസ്റ്റ് ഇൻവെസ്റ്റഡ് ഇൻ ദി പാർലമെന്റ്. അപ്പോൾ ഇവർ ഇനി ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഈ യൂണിയൻ ലിസ്റ്റിനും യൂണിയൻ ഗവൺമെന്റും അല്ലെങ്കിൽ സ്റ്റേറ്റും കൂടെ തമ്മിൽ ചില പിന്നെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ, ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും? എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന കാര്യത്തിൽ യൂണിയനും സ്റ്റേറ്റും തമ്മിൽ എപ്പോഴും ബന്ധം അത്ര നല്ല ഒരു സുഗമമായ ബന്ധമല്ല നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും വാക്ക് തർക്കങ്ങളോ കോൺഫ്ലിക്റ്റുകളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള, ബട്ട് ഇൻ ദ കേസ് ഓഫ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഓർ റിലേറ്റിംഗ് ടു സം സബ്ജക്ട്, ദി യൂണിയൻ ലോ പ്രിവീൽ ഓവർ ദ സ്റ്റേറ്റ്. അപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പാർലമെന്റ് ആയിരിക്കും. മനസ്സിലാവുന്നല്ലോ. ദി യൂണിയൻ ലോ പ്രിവെയിൽ ഓഫ് ദ സ്റ്റേറ്റ് ലാസ്, പവർ ടു ലെജിസ്ലേറ്റ് ഓൺ ഓൾ സബ്ജക്ട് നോട്ട് ഇൻക്ലൂഡിൻ ഇൻ എനി ഓഫ് ദ ത്രീ ലിസ്റ്റ് ഇൻവെസ്റ്റഡ് ഇൻ ദ പാർലമെന്റ്. അപ്പോൾ അങ്ങനെ ഇവർ കൈകാര്യം ചെയ്യുന്ന ആ ഒരു വിഷയം എങ്ങളിലോട്ട് പോകും? പാർലമെന്റ് ആയിരിക്കും പിന്നെ തീരുമാനിക്കുന്നത്. ഓക്കെ, അണ്ടർ ദ സർക്കംസ്റ്റാൻസസ് ദ പാർലമെന്റ് ക്യാൻ ലെജിസ്ലേറ്റ് ഓൺ ദ സബ്ജക്ട് മെൻഷൻ ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. എന്ന് മാത്രമല്ല, ഇത്തരം അവസരങ്ങൾ, ഈ കോൺഫ്ലിക്റ്റുകൾ, ഈ വാക്തർക്കങ്ങളും മറ്റുമൊക്കെ വരുന്ന അവസരങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അണ്ടർ ദാറ്റ് സർക്കംസ്റ്റാൻസസ്, ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ദ പാർലമെന്റ് ക്യാൻ ലെജിസ്ലേറ്റ് ഓൺ ദ സബ്ജക്ട് മെൻഷൻ ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന സബ്ജക്റ്റുകളെ പിന്നെ ലോ മുഖാന്തരം ഇനാക്ട് ചെയ്യുന്നതിനുള്ള അവകാശം പിന്നെ ആർക്കായിരിക്കും വരുന്നത്? ആ വിഷയങ്ങളിൽ അത് പാർലമെന്റിനായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ്, ദ റിലേഷൻഷിപ്പ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെൻട്രലും സ്റ്റേറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്, ബന്ധങ്ങളെ കുറിച്ചിട്ടാണ്. അവിടെ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് ലെജിസ്ലേറ്ററിനെ കുറിച്ചിട്ടാണ്, നിയമനിർമ്മാണ വിഭാഗത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിയമനിർമ്മാണം നടത്തുന്ന കാര്യത്തിൽ സംസ്ഥാന ഭരണവും കേന്ദ്ര ഭരണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി ഭരണ നിർവഹണം നടത്തുന്ന കാര്യത്തിൽ സംസ്ഥാനവും പിന്നെ കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറയപ്പെടുന്നത്. അല്ല, അഡ്മിനിസ്ട്രേഷൻ, ഭരണം നിർവഹിക്കാതെ രാജ്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഒറ്റയ്ക്കൊരു കേന്ദ്രം മാത്രം നടപ്പിലാക്കി കൊണ്ടുപോകാൻ കഴിയത്തില്ല. അവിടെ നമുക്ക് ആരെയൊക്കെ വേണം? സംസ്ഥാന ഗവൺമെന്റും വേണം, കേന്ദ്ര ഗവൺമെന്റും വേണം. ഇവർ ഒത്തൊരുമിച്ച് കൊണ്ട് മാത്രമേ ഒരു രാജ്യത്തിൻ്റെ ഭരണം നയിച്ചു കൊണ്ട് പോകാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ്, ദ ഫ്രെയിമേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നെവർ ഇൻറ്റൻഡഡ് ടു ക്രിയേറ്റ് എ അഡ്മിനിസ്ട്രേറ്റീവ് കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ്. once again the framers of the Indian Constitution never intended to create a administrative corporation and coordination between സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിമേഴ്സ്, ഒരു നിർമ്മാതാക്കൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. ഇന്ത്യൻ്റെ അതായത് വേണമെന്നും വെച്ച് അവർ തമ്മിലുള്ളൊരു കോപ്പറേഷനോ അല്ലെങ്കിൽ ബന്ധമോ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു